Hello dear students, welcome back to franklinslectures. എങ്ങനെയുണ്ട്? സുഖല്ലേ എല്ലാവരും? So yes, നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 ന്റെ ആദ്യത്തെ പാർട്ടിലോട്ട് വന്നിരിക്കുകയാണ്. Okay? So are you ready? Yes. Start ചെയ്ത് കാണാമോ കേൾക്കാമോ? Please comment. Okay? So I welcome you all again. Welcome everybody. Hi. Okay. So yes. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സോ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് പക്കയാണ്, നിങ്ങൾക്കെല്ലാം പഠിച്ച് നിങ്ങൾ റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെഡി അല്ലേ? ഓക്കെ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ആണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അത്യാവശ്യം കുറെ എന്താ പറയാ തിയറിറ്റിക്കൽ സാധനമാണ് ഈ ഒരു മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ, കുറച്ച് തിയറീസാ. സോ നമുക്കത് പഠിക്കാം. നമുക്ക് പഠിച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ. എന്താണ് റെഫ്രിജറേഷൻ? റെഫ്രിജറേഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും, എന്താ നിങ്ങളുടെ വീട്ടിലെ റെഫ്രിജറേറ്റർ ഓർമ്മ വരും അല്ലെ, ഫ്രിഡ്ജ് ഓർമ്മ വരും അല്ലെ. അപ്പൊ റെഫ്രിജറേറ്റർ എന്തിനാ യൂസ് ചെയ്തത്? തണുപ്പിക്കാൻ. അപ്പൊ കുറച്ചുകൂടെ വളർന്ന ശേഷം നിങ്ങൾ AC കണ്ടിട്ടുണ്ടാവും. AC എന്തിനാ യൂസ് ചെയ്തത്? തണുപ്പിക്കാൻ. അപ്പോ AC-ലായാലും നമ്മുടെ റെഫ്രിജറേറ്ററിലായാലും സംഭവിക്കുന്ന എന്താണ്? റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് തണുപ്പിക്കുക എന്നാണോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് റെഫ്രിജറേഷൻ? റെഫ്രിജറേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. സോ റെഫ്രിജറേഷൻ എന്താന്ന് നോക്കാം. റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ സിസ്റ്റം അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ദ ടെമ്പറേച്ചർ ഓഫ് ഇറ്റ് സറൗണ്ടിങ്സ്. അതാണ് റെഫ്രിജറേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ മീനിങ് എന്ന് പറയുന്നത്. എന്താണ്? അതായത് സറൗണ്ടിങ്സിലുള്ള ടെമ്പറേച്ചറിനെ കാട്ടിലും ടെമ്പറേച്ചർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പേരാണ് റെഫ്രിജറേഷൻ. അതാണ് പറയുന്നത് റെഫ്രിജറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ സിസ്റ്റം അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ദ ടെമ്പറേച്ചർ ഓഫ് ഇറ്റ് സറൗണ്ടിങ്സ് അല്ലെ. ഇപ്പൊ എന്റെ ഈ സ്റ്റുഡിയോ റൂം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്, മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എന്റെ സിസ്റ്റം ഞാൻ റെഫ്രിജറേറ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് മീൻസ് എന്റെ സ്റ്റുഡിയോയുടെ ഔട്ടുള്ള അതായത് സ്റ്റുഡിയോയുടെ പുറത്തുള്ള ആ ഒരു സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചറിനെ കാട്ടിലും എന്റെ സ്റ്റുഡിയോ റൂമിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവാണ്. ദാറ്റ് ഈസ് ദ എക്സാക്ട് മീനിങ് ഓഫ് റെഫ്രിജറേഷൻ. ക്ലിയർ ആണോ? ഇറ്റ് ഇസ് എ പ്രോസസ്. ഇറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ റിമൂവിംഗ് ഹീറ്റ് ഫ്രം ദ സിസ്റ്റം. ഇനി എങ്ങനെ ഈ റൂം മാത്രം സറൗണ്ടിങ്സിൽ ഹീറ്റ് കൂടുതലാ, ടെമ്പറേച്ചർ കൂടുതലാ, ഇപ്പൊ ഇൻസൈഡ് ദ സ്റ്റുഡിയോ ടെമ്പറേച്ചർ കുറവാ, എങ്ങനെ നോക്ക്? ഇറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ റിമൂവിംഗ് ഹീറ്റ് ഫ്രം ദ സിസ്റ്റം. അതായത് ഈ പറയുന്ന സ്റ്റുഡിയോ റൂം എന്ന് പറയുന്ന സിസ്റ്റം ആണെങ്കിൽ ഈ സ്റ്റുഡിയോയിലുള്ള ഹീറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? റെഫ്രിജറേഷൻ സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോടാ? ഫോർ എക്സാമ്പിൾ, ദ ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റർ അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദ ഫുഡ് പ്രോഡക്ട്സ് and release this heat into the room where it is kept, and thus a constant temperature is maintained inside the refrigerator cabinet. നിങ്ങൾ ഒരു ഫ്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ, റെഫ്രിജറേറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ റെഫ്രിജറേറ്റർ ക്യാബിനറ്റ് അതായത് ആ റെഫ്രിജറേറ്ററിന്റെ ഉള്ളിലുള്ള അറകളിൽ നിങ്ങൾ എന്താണ് സൂക്ഷിക്കുന്നത്? ഭക്ഷണമാണ് സൂക്ഷിക്കുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്താ പറയാ ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? റെഫ്രിജറേറ്റർ ക്യാബിനറ്റിന്റെ അകത്ത് നിങ്ങൾ വെച്ചേക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ഈ റെഫ്രിജറേറ്റർ ഇതിലുള്ള ചൂടൊക്കെ വലിച്ചെടുത്ത ശേഷം പുറത്തുവിടും. എങ്ങോട്ടാ പുറത്തുവിടുക? റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിന് പുറത്തുവിടുക. ദാറ്റ് മീൻസ് ആ ഒരു സിസ്റ്റത്തിന്റെ പുറത്തെന്ന് പറയുന്നത് എന്താ? സറൗണ്ടിങ്സ് അല്ലേ. ഫോർ എക്സാമ്പിൾ, കിച്ചണിലാണ് റെഫ്രിജറേറ്റർ ഇരിക്കുന്നത്. ഇപ്പൊ റെഫ്രിജറേറ്ററിന്റെ പുറത്തുള്ള എന്താ? കിച്ചന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ സറൗണ്ടിങ്സ് ആണ്. അപ്പൊ ഹീറ്റ് ഫ്രം ഫുഡ് എന്ന് പറയുന്ന റെഫ്രിജറേറ്റർ വലിച്ചെടുത്ത് എങ്ങോട്ട് റിലീസ് ചെയ്യും? ദാറ്റ് റൂമിലോട്ട് റിലീസ് ചെയ്യും. ദാറ്റ് മീൻസ് കിച്ചണിലാണ് നിങ്ങൾ ഫ്രിഡ്ജ് എങ്കിൽ, എന്റെ ഫ്ലാറ്റിൽ കിച്ചണിലാണ് ഫ്രിഡ്ജ് ഉള്ളത്. കിച്ചണിലാണ് ഫ്രിഡ്ജ് എങ്കിൽ എന്ത് ചെയ്യും? ഫ്രിഡ്ജ് ചൂട് വലിച്ചെടുത്ത് എങ്ങോട്ട് വിടും? കിച്ചണിലോട്ട് വിടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കേൾക്കാമോടാ? പ്ലീസ് എനിബഡി പ്ലീസ് കമന്റ്. ഞാൻ പറയാം കേൾക്കാവോ? റെഡി അല്ലേ? റെഡി അല്ലേ? ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കേൾക്കാമോടാ? ഓക്കെ, ശരിയാ. അപ്പോ അതാണ് നമ്മുടെ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. ഓക്കെ, ഡൺ. അപ്പോ എന്താണ്? ദ എക്യുപ്മെന്റ്സ് എംപ്ലോയ്ഡ് ടു മെയിൻറ്റെയിൻ ദ സിസ്റ്റം അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ഈസ് ടേംഡ് ആസ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. മനസ്സിലാകുന്നുണ്ടോ? ദ എക്യുപ്മെന്റ്സ് എംപ്ലോയ്ഡ് ടു മെയിൻറ്റെയിൻ ദ സിസ്റ്റം അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ഈസ് ടേംഡ് ആസ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. സോ ഒരു ലോവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ പറഞ്ഞ പേരാണ് റെഫ്രിജറേറ്റർ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം ആണ്.
അതേപോലെ AC എന്ന് പറയുന്ന എയർ കണ്ടീഷണർ എന്ന് പറയുന്ന ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ? അതെന്ത് ചെയ്യുന്നു? യെസ്, ഇറ്റ് മെയിൻറ്റെയിൻ ദ സിസ്റ്റം അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ആൻഡ് ദ സിസ്റ്റം which kept at lower temperature is called refrigerated system. Okay, the working fluid used in refrigerating system is known as refrigerant. ഈ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വെറുതെ വർക്ക് ആകില്ല, അതിൻ്റെ അകത്ത് ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നതിനെ പറയുന്ന പേരാണ് റെഫ്രിജറന്റ് എന്ന് പറയും. ഒരുപാട് ടൈപ്പ് ഓഫ് റെഫ്രിജറൻസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താ CFC നമുക്കറിയാലോ, ഓസോൺ ഓസോൺ ലെയറിൽ ഹോൾസ് വീഴാൻ കാരണമായിട്ടുള്ള CFC അത് റെഫ്രിജറന്റ് ആണ്. അതേപോലെ ഒരുപാട് റെഫ്രിജറൻസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. മനസ്സിലാകുന്നുണ്ടോ? സോ CFC ഒക്കെ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ റെഫ്രിജറൻസ് ഒന്നും അങ്ങ് അത്രയും ഡേഞ്ചർ ഒന്നും അല്ല. ദേ ആർ സം ഓർഗാനിക് കോമ്പൗണ്ട്സ്. ക്ലിയർ? റെഡി അല്ലേ? അപ്പോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എവിടെയാണെന്ന് നോക്കാം. എവിടെയൊക്കെയാണ് മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത്? ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് വിച്ച് ഇൻക്ലൂഡ്സ് പ്രോസസിംഗ് ഓഫ് ഫുഡ് സ്റ്റഫ്സ്, farm crops, photographic materials, petroleum and other chemical products, treatment of concrete for dams, processing in textile mills, printing works, etc. ഈ മേഖലകളിലെല്ലാം ഓരോ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസ് ഒക്കെ ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസ് എങ്ങനെയാണ്? ഈ ഫോട്ടോഗ്രാഫിക് മെറ്റീരിയൽസിനൊക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ലെൻസിനെയൊക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന ലെൻസിൽ വേറെ ഫംഗസ് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാനും ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരാണ്ടിരിക്കാനും, അതേപോലെ എന്താ പറയാ ആ ഒരു ലെൻസ് അധികകാലം അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരുപാട് കാലം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ചെറിയൊരു യൂണിറ്റ് അത് കീപ്പ് ചെയ്യും. ഓക്കെ, റെഡി? അതേപോലെ ഫാം ക്രോപ്സ് അറിയാലോ, ഒരുപാട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും. ഫുഡ് സ്റ്റഫ്, പിന്നെ പെട്രോളിയം, കെമിക്കൽ പ്രോഡക്ട്സ്, പിന്നെ കോൺക്രീറ്റ് ഫോർ ഡാംസ് അതിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽ മിൽസ്, പ്രിന്റിംഗ് വർക്ക്സ്, ഇവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ പറയുന്ന റെഫ്രിജറേഷന്റെ ആപ്ലിക്കേഷൻസ് ഉള്ള സ്ഥലങ്ങളാണ്. ക്ലിയർ? ഇനി പ്രിസർവേഷൻ ഓഫ് പെരിഷബിൾ ഗുഡ്സ് വിച്ച് ഇൻക്ലൂഡ്സ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് സ്റ്റഫ്സ്, ഫിഷ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ്സ്, ഡയറി പ്രോഡക്ട്സ്, പോൾട്രി പ്രോഡക്ട്സ് എക്സെട്ര. ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. Providing comfortable environment which includes comfort, air conditioning of residences, hospitals, theaters, offices, etc. അല്ലേ? ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുമൊക്കെ എന്ത് വെയിലാ അല്ലേ? ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാണ്ട അവസ്ഥയാ. അപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാണ്ടുള്ള അവസ്ഥയില് നമുക്ക് കംഫർട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെ? ഈ ചൂടത്തൊക്കെ എവിടെ ഇരുന്നാലും, ഒരു വീടിനകത്ത് ഇരുന്നാലും പുറത്തിറങ്ങിയാലും എല്ലാം എന്താ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നമുക്കൊരു കംഫർട്ടിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എയർ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അവിടെയും സംഭവിക്കുന്നത് എന്ത് തന്നെയാടാ? ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കേഷൻ ഓഫ് എന്ത്? റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം. ക്ലിയർ ആണോ? ഇനി ഈ പറയുന്ന റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്താണ്? റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ റെഫ്രിജറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ? അതായത് ദ റേറ്റ് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം എ ബോഡി or space to be cooled is termed as refrigerating effect. The standard unit of refrigeration is ton refrigeration or simply ton എന്ന് പറയും. ടൺ എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാം, ആ ടൺ അല്ല, അത് TONNE ആണ്. ഇവിടെ നമ്മൾ ടൺ ഓഫ് റെഫ്രിജറേഷൻ അല്ലെങ്കിൽ സാധാരണ ടൺ എന്ന് പറയും. ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് AC വാങ്ങിക്കാൻ പോയെന്ന് വെച്ചോ. AC വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ചോദിക്കും, AC കച്ചവടക്കാരൻ ചോദിക്കും, സാർ 1 ടൺ വേണോ, അല്ലെങ്കിൽ 1 TR വേണോ, അല്ലെങ്കിൽ 1.5 TR വേണോ? അപ്പൊ നമുക്കറിയണം ഇത് എന്താണ് 1 TR, എന്താണ് 1.5 TR എന്ന് അറിയാതെ TR എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ടൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും അല്ലെ? അപ്പൊ ഇതൊക്കെ പഠിക്കുന്നതിന്റെ ഗുണങ്ങൾ അവിടെയൊക്കെയാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? മെക്കാനിക്കൽക്കാർ കുറച്ച് അടുത്തടുത്ത് വരുന്ന സെമസ്റ്ററിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് ഈ ടൺ ഓഫ് റെഫ്രിജറേഷൻ, ടൺ റെഫ്രിജറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു റൂമിൽ 1 TR വേണോ, 1.5 TR വേണോ, എന്തൊക്കെയാണ് അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നൊക്കെ നിങ്ങൾ റെഫ്രിജറേഷൻ ഡീറ്റെയിൽ ആയിട്ട് മെക്കാനിക്കൽ സ്റ്റുഡൻസ് പഠിക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ നോക്കൂ, ഇപ്പൊ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് സിംപ്ലി കോൾ ടൺ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഈ പറയുന്ന റെഫ്രിജറേഷൻ എന്ന് പറയുന്നതും ഒരു തെർമോഡൈനാമിക് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. ക്ലിയർ ആണോ? അപ്പൊ തെർമോഡൈനാമിക് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ആയതുകൊണ്ട് തന്നെ എന്ത് സൈക്കിളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്,
ഡീസൽ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്, ഓട്ടോ സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. എന്ത് സൈക്കിളാണ് നമ്മുടെ റെഫ്രിജറേഷനിൽ എന്താ പറയാ വർക്ക് ചെയ്യുന്നത്? എന്ത് സൈക്കിളിന്റെ എന്താ പറയാ എന്ത് സൈക്കിൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ വർക്ക് ചെയ്യുന്നത്? നമുക്ക് നോക്കിയാലോ. ആർക്കെങ്കിലും അറിയെങ്കിൽ പ്ലീസ് കമന്റ്. റെഡി? അപ്പൊ എന്താണ് നമ്മുടെ റെഫ്രിജറേഷനിലെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആണ്. എന്താണ്? റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ആണ്. നമുക്ക് അറിയാം കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ബ്രഷ് അപ്പ് ചെയ്യുന്നു. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ 4 റിവേഴ്സിബിൾ പ്രോസസ് ഉള്ള ഒരു സൈക്കിൾ ആണ് എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് 2 ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും, 2 ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് 2 അഡയബാറ്റിക് പ്രോസസ് ആയിരിക്കും, കംപ്രഷനും എക്സ്പാൻഷനും അഡയബാറ്റിക് പ്രോസസ് ആയിരിക്കും. ശരിയല്ലടാ? ഇനി ഹീറ്റ് എഞ്ചിനിൽ എന്താ സംഭവിക്കും? സോറി, കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കാർനോട്ട് സൈക്കിൾ, റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. അപ്പോ കാർനോട്ട് സൈക്കിളില് ഹീറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഹീറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ഫ്രം എവിടെയാടാ? എവിടെന്നാ അബ്സോർബ് ചെയ്യുന്നത്? ഹോട്ട് റിസർവോയർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ക്ലിയർ ആണോടാ? ഇനി നമ്മൾ T1 എന്ന് മാർക്ക് ചെയ്യും അല്ലേടാ? T1 റെഡി അല്ലേ? ഓക്കെ ആണോടാ? അതേപോലെ ഹീറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഹീറ്റ് എന്ന് പറയുന്നത് റിജക്റ്റഡ്, അബ്സോർബ് മാത്രമാണ് ചെയ്യുന്നത്. റിജക്റ്റഡ് ടു എങ്ങോട്ടാ റിജക്ട് ചെയ്യുന്നത്? റിജക്റ്റഡ് ടു കോൾഡ് റിസർവോയർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതിനെ നമ്മൾ T3 എന്ന് മാർക്ക് ചെയ്യുന്നു. പഠിച്ചിട്ടുള്ള കേസല്ലേടാ? അപ്പോ നമ്മുടെ കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഈറ്റ ഈസ് ഈക്വൽ ടു, അതും പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ? ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T3 ഡിവൈഡ് ബൈ T1. ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ച സാധനമല്ലേ? നമുക്കറിയാം കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ്. അപ്പൊ റിവേഴ്സ്ഡ് ആയിട്ടുള്ള കാർനോട്ട് സൈക്കിളിന്റെ പറയുന്ന പേരാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയും. അപ്പോ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൽ ജസ്റ്റ് കാർനോട്ട് സൈക്കിൾ അറിയാമെങ്കിൽ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, കാർനോട്ട് സൈക്കിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് റിവേഴ്സ്ഡ് സൈക്കിൾ എന്ന് പറയുന്നത്, റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ നോക്ക്. ഹീറ്റ് അബ്സോർബ് ഫ്രം ഹോട്ട് റിസർവോയർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹീറ്റ് അബ്സോർബ് ഫ്രം ഹോട്ട് റിസർവോയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ, ഇത് കാർനോട്ട് സൈക്കിൾ ആണ്. അങ്ങനെ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്തായിരിക്കും? വേറെ ഒന്നില്ല, ഹീറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ഫ്രം എ കോൾഡ് റിസർവോയർ. എന്താണ്? അബ്സോർബ് ഫ്രം എ കോൾഡ് റിസർവോയർ. ക്ലിയർ ആണോടാ? ഇതെന്ന് പറയുന്നത് T3 എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. അതേപോലെ ഹീറ്റ് എങ്ങോട്ട് റിജക്ട് ചെയ്യുന്നത്? ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ഹീറ്റ് എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്നു? കോൾഡ് റിസർവോയറിൽ നിന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ ഇവിടെ ഹീറ്റ് റിജക്റ്റഡ് ഫ്രം എവിടെയാണ്? ഹോട്ട് റിസർവോയർ. ദാറ്റ് ഈസ് T1. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അപ്പോ ഇവിടെ നോക്ക്, ഇവിടെ ഹീറ്റ് അബ്സോർബ് ഫ്രം ഹോട്ട് റിസർവോയർ ആണ്. റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എഴുതിയേക്കാം, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൽ ഹീറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ഫ്രം എ കോൾഡ് റിസർവോയർ ആൻഡ് ഇറ്റ് ഈസ് T3.
അതേപോലെ ഹീറ്റ് റിജക്റ്റഡ് ഫ്രം എ ഹോട്ട് റിസർവോയർ ദാറ്റ് ഈസ് T1. എന്താണോ കാർനോട്ട് സൈക്കിൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. എന്താണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ? അപ്പോ കാർനോട്ട് സൈക്കിളിന്റെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പി വി ഗ്രാഫ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, നമ്മുടെ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിന്റെ ഗ്രാഫ് കിട്ടും. സോ ഈ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ക്ലിയർ ആണോടാ? അടുത്തെന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അടുത്തെന്ന് പറയുന്നതാ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. വാട്ട് ഈസ് കോൾഡ് ദിസ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്? എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്? ഓക്കെ, the effectiveness of a refrigerator is expressed by a term known as coefficient of performance. അതായത് ഒരു റെഫ്രിജറേറ്ററിന്റെ എഫക്റ്റീവ്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടേം വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നു. ദാറ്റ് ടേം ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ COP എന്ന് പറയുന്നു. എന്ത് COP എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസൈഡ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് ടു ദ വർക്ക് സ്പെൻഡ് ടു പ്രൊഡ്യൂസ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്ട്. ദാറ്റ് മീൻസ് COP എന്ന് പറയുന്നത് എന്താണെടാ? അതൊരു റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ? ഡിസൈഡ് റെഫ്രിജറേറ്റിംഗ് effect to the ratio of എന്താ? Yes, desired refrigerating effect to the work spent in producing the spent to produce the refrigerating effect. എന്താണ്? work spent to produce the refrigerating effect. This is COP. Okay, this ratio is called COP അല്ലെങ്കിൽ coefficient of performance എന്ന് പറയും. Clear? ഈ പറയുന്ന coefficient of performance of a refrigerator, COP of a refrigerator എന്ന് പറയുന്നത് it will be greater than എന്തായിരിക്കും? യൂണിറ്റി. will be greater than യൂണിറ്റി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇടാവോ? എനിക്ക് കാണാൻ പറ്റാത്തണ്ട. ജസ്റ്റ് എന്തെങ്കിലും ഇടാവോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എന്തിടാവോ? ക്ലിയർ ആണോ? റെഡി? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഹായ് ടോക്ക്. ഓക്കെ, റെഡി? യെസ്, മുഹമ്മദ് ഹിബാത്തുള്ള. ഓക്കെ, റെഡി? ഓക്കെടാ. ചാറ്റ് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ശരിയടാ, നോക്കാം. അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയുക. ഓക്കെ, റെഡി? അപ്പോ എന്താണ് റെഫ്രിജറേഷൻ എന്നും എന്താ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്താണെന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. റെഡി അല്ലേ? അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. COP കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അറിയാവോ? COP ഈസ് ഈക്വൽ ടു
1 divided by T1 by T3 minus 1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ ആണോ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? COP is equal to എന്താ 1 divided by ഇതെന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ എന്താ T1 minus T3 divided by T3 എന്ന് വരും. ഈ T3 എന്ത് ചെയ്യും? T3 നേരെ മുകളിലോട്ട് പോകും. അപ്പോൾ COP എന്ന് പറയുന്നത് that is equal to T3 divided by T1 minus T3 എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് എന്തെന്ന് പറയുന്നത് COPയുടെ എന്താ പറയാ ഇക്വേഷൻ എന്ന് പറയുന്നത് that is coefficient of performance. ക്ലിയർ? ഇതിൽ T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? T1 എന്ന് പറയുന്നത് that is temperature of hot reservoir ആണ്. എന്താണ്? temperature of hot reservoir. and T3 എന്ന് പറയുന്നത് that is temperature of cold reservoir ആയിരിക്കും മക്കളെ. എന്താണ്? temperature of cold reservoir. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ചാറ്റ് ബോക്സിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണേ. ഓക്കെ, കാരണം അവിടെ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്താ ഓൾറെഡി ഞാൻ നോട്ടൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഇനിയും നമ്മുടെ ലൈവ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്ലൈഡ്സ് ഒക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരും. ഓക്കേടാ, ഡോണ്ട് വറി. ഇപ്പം ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ജോയിൻ ചെയ്യുക കേട്ടോ. നേരത്തെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ആയിരുന്നു. വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ 2 എണ്ണം ക്രിയേറ്റ് ചെയ്തു. 2 ഫുള്ളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് നോട്ട്സ് എപ്പോഴെപ്പോഴും എന്താ നിങ്ങൾക്ക് മിസ്സായി പോകത്തില്ല. അവിടെ തന്നെ അപ്ലോഡ് ചെയ്തിടുന്ന സമയത്ത് അവിടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ ലൈവ് ലൈക്ക് ചെയ്യാത്ത കുട്ടികളായിരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേടാ? ഓക്കെ, ശരിയടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ COP കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ? റെഡിയാണോ നിങ്ങൾ? പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ റെഡിയാണോ? റെഡിയാണെങ്കിൽ പറയുക. ഓക്കെ, റെഡി? ഓക്കെ, ശരിയടാ. അപ്പോ കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചേഴ്സ് 400 Kelvin and 300 Kelvin. മക്കളെ ഇതൊരു പ്രോബ്ലം ആണ്. കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചേഴ്സ് 400 Kelvin and 300 Kelvin. ഓക്കെ, അപ്പോൾ ഒരു കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എന്താണ്? 400K-യും 300K-യും. ദാറ്റ് ഈസ് T1 എന്ന് പറയുന്നതും എന്താണ് T3 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, ഹായ് സപ്തമശ്രീ തസ്കര, ഹായ്ഡാ, ഹായ്. ഓക്കേടാ, അപ്പോ T1-ഉം T3-യും തന്നിട്ടുണ്ട്. T1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് റിസർവോയർ അല്ലേടാ കാർനോട്ട് സൈക്കിളില്. ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് റിസർവോയർ ആണ്. efficiency of car engine അല്ല കാർനോട്ട് സൈക്കിൾ. ഓക്കെ, ഓക്കേടാ. ടെമ്പറേച്ചർ ഹോട്ട് റിസർവോയർ ആണ്. അപ്പൊ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ 400 Kelvin ആണ്. കാർനോട്ട് എഞ്ചിൻ ആവുന്ന സമയത്ത് ഹോട്ടിൽ നിന്നും അല്ലടാ കോൾഡിലോട്ട് പോകുന്നത്. അപ്പൊ T1 എന്ന് പറയുന്നത് എന്താ? ഹോട്ട് റിസർവോയർ ടെമ്പറേച്ചർ ആയിരിക്കില്ലേ? 400 Kelvin. കോൾഡ് റിസർവോയറിന്റെ ടെമ്പറേച്ചർ അത് T3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് cold reservoir. Temperature of cold reservoir that is equal to temperature കുറഞ്ഞ സ്ഥലം that is 300 Kelvin. ക്ലിയർ ആണോടാ? ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താ? കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ ആൻഡ് COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ. അപ്പൊ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി ആണെങ്കിൽ രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് COP ഓഫ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ആണ്. ക്ലിയർ ആണോടാ? എങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ചറിയാം, നോ ഇഷ്യൂസ്. ആദ്യം നമ്മൾ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ കണ്ടുപിടിക്കുക. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഈറ്റ കാർനോട്ട് ഈസ് ഈക്വൽ ടു ഈറ്റ കാർനോട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ? ദാറ്റ് ഈസ് 1 minus T3 by T1 and that is equal to 1 minus T3 എന്ന് പറയുമ്പോൾ
cold reservoir temperature, that is 300 divided by T1 എന്ന് പറയുമ്പോൾ hot reservoir temperature, that is 400. Clear ആണോ? ഇതിന് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് you will get 0.25 എന്ന് കിട്ടും. 0.25 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ പെർസെന്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 0.25 എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 0.25 into 100, that is equal to 25% is the efficiency. 25% is the efficiency. So we found the efficiency of carnot cycle, and then we are going to found the COP, coefficient of performance of reverse carnot cycle. And what is the equation for the coefficient of performance of reverse carnot cycle? എന്താണ് ഇവിടെ നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് COP is equal to T3 divided by T1 minus T3. അങ്ങനെയാണെങ്കിൽ T3 divided by T1 minus T3, COP is equal to what is temperature 3? T3 എന്ന് പറയുന്നത് 300 Kelvin ആണ്. So 300 divided by 400 minus 300, and COP is equal to 300 divided by 400 minus 300, 100. And what is COP? COP is equal to 0, 0 cancel, 3 by 1, that is equal to 3 is the answer. 3 is the answer. Clear ആണോ? Clear ആണോ? Ready? Ready അല്ലേ? So comment ചെയ്യുക, clear ആണോ എന്ന് comment ചെയ്യുക. Ready ആണോ? സോ അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ലിങ്ക് നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണടാ. ഓക്കെ, നിങ്ങളുടെ എന്താ ഈ സീരീസ് എക്സാമിന്റെ ഒക്കെ പഠിച്ചു തുടങ്ങിയോ? സപ്തമിശ്രീ തസ്കര പഠിച്ചു തുടങ്ങിയോ? റെഡി? റെഡി ആണോ? സോ ആദ്യമേ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഓക്കെ, സീരീസ് എക്സാം എന്ന് പറയുന്നത് ദാ എത്തി. ഓക്കെ, ഓക്കേടാ, ഡൺ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പോയത് കേട്ടോ. ഓക്കേടാ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ COP എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഇത്, ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്തവൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. വാട്ട് ഈസ് കോൾഡ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം? എന്താണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം? എന്താണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം നോക്കാം. ഓക്കെ, ഇതിലോട്ട് വരാം, ഈ ഒരു ലൈൻ ഡയഗ്രാമിലോട്ട് നമ്മൾ വരാം. അതിനു മുമ്പ് in a vapor compression refrigerator, the working fluid is a vapor which readily evaporates and condenses. വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് യൂണിറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ് എന്ന് പറയുന്നത് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്, റെഫ്രിജറേറ്റേഴ്സ് നടക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ എയർ കണ്ടീഷനേഴ്സിൽ നടക്കുന്നതും. ക്ലിയർ ആണോ? എയർ കണ്ടീഷനേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വീട് മാത്രമല്ല, വീട്ടിലെ AC മാത്രമല്ല കേട്ടോ, ഈ വലിയ വലിയ AC യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, വലിയ വലിയ ഈ ഫാക്ടറീസ് ഒക്കെ ഇല്ലേ, ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഒക്കെ. അപ്പൊ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഐസ് പ്ലാന്റ്സ് അല്ലെ, കുറെ സംഭവമുണ്ട്. ഓക്കെ, നിങ്ങൾ കടപ്പുറമൊക്കെ ഉള്ള ആളാണെങ്കിൽ, മീൻസ് കടപ്പുറം ഉള്ള കടപ്പുറമുള്ള നാടാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, അതേപോലെ എറണാകുളം, അവിടെയൊക്കെ നിങ്ങൾ കടപ്പുറത്തൊക്കെ ചില ഐസ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐസ് പ്ലാന്റ്സ്, ഐസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മിൽമയുടെ ഐസ്ക്രീം പ്ലാന്റ് നിങ്ങൾക്ക് പോയി വിസിറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. മണക്കാടൊക്കെ കഴിഞ്ഞിട്ട്
തിരുവല്ലം ഭാഗത്താണ് ആക്ച്വലി അവർ ഐസ്ക്രീം പ്ലാന്റ് വരുന്നത്. സോ നിങ്ങൾക്ക് അതൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുന്നത് കോളേജിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ് കള്ളവും പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഗോവയ്ക്കും മണാലിക്കും പോകുന്നതല്ല ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ഓക്കെ, അത് ചെറിയ ലക്ഷ ട്രിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ഇൻഡസ്ട്രീസ് പോയിട്ട് വിസിറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടൊക്കെ പറ്റും. ക്ലിയർ ആണോ? അല്ലാതെ കോളേജിൽ IB എന്നും പറഞ്ഞ് പറ്റിച്ച് പോകുന്ന പരിപാടിയല്ല. ആക്ച്വലി അതിനെക്കാട്ടിലും നിങ്ങൾ സ്വയമേ ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത് ഇതേപോലെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പണ്ട് അതേപോലെ മെറ്റലർജി പ്ലാന്റ്സ് ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സ്റ്റീൽ ഇല്ലേ, ആ സ്റ്റീൽ കമ്പി ഇല്ലേ, അതിൻ്റെയൊക്കെ പ്ലാന്റ്സ് ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റലർജി ഫുൾ നടക്കുന്ന പരിപാടി മുഴുവൻ മെറ്റലർജി പ്രോസസ്സാണ്, മെറ്റലർജി അല്ലേ. സോ അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര താല്പര്യം തോന്നും പഠിക്കാനായിട്ടൊക്കെ, എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട്. അപ്പൊ താല്പര്യം കുറവുള്ളവർക്കൊക്കെ ഇതൊരു സൊല്യൂഷനാണ് കേട്ടോ. ശരി, ഓക്കെ. അപ്പോ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റെഫ്രിജറന്റ് ആണ് ഇവിടെ വർക്കിംഗ് ഫ്ലൂയിഡ് വരുന്നത്. ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വേപ്പർ വിച്ച് റെഡിലി ഇവാപറേറ്റ്സ് ആൻഡ് കണ്ടൻസസ്. അപ്പോൾ നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ വേപ്പർ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് റെഫ്രിജറന്റ് ടൈപ്പ് ഓഫ് വേപ്പർ ആണ്. എന്താ റെഫ്രിജറന്റിന്റെ മീൻസ് അതായത് വേപ്പറൈസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് റെഫ്രിജറന്റ് എന്ന് പറയുന്നത്. സോ ഈ വേപ്പർ എന്ന് പറയുന്ന സമയത്ത് അതിനുള്ള രണ്ട് പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റെഡിലി ഇവാപറേറ്റ്സ് ആൻഡ് കണ്ടൻസസ്. റെഡിലി ഇവാപറേറ്റ് ചെയ്യുകയും ചെയ്യും, അതേപോലെ അതിനെ തിരിച്ച് ഗേഷ്യസ് ആവുകയും ചെയ്യും. ആ ഗ്യാസിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഡാക്കി മാറ്റാനും പറ്റും. ദാറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. അപ്പോൾ റെഡിലി ഇവാപറേറ്റ് ചെയ്യുന്നു, റെഡിലി എന്ത് ചെയ്യുന്നു, കണ്ടൻസേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഫ്രിജറൻസ് എന്ന് പറയുന്നത്. അതിന്റെ വേപ്പറാണ് ഇവിടെ കൊണ്ട് ഒഴുകുന്നത്, നമ്മുടെ ഫ്രിഡ്ജിലൂടെയും AC-യിലൂടെ ഒക്കെ ഒഴുകുന്നത്. ക്ലിയർ ആണോ? ഡ്യൂറിംഗ് ദി ഇവാപറേഷൻ പ്രോസസ് ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ വേപ്പറൈസേഷനും കണ്ടൻസേഷൻ നടക്കുന്നു എന്ന് പറയുന്നത്. എന്താണ് ഈ വേപ്പറൈസേഷൻ കണ്ടൻസേഷൻ നമുക്ക് നോക്കിയാലോ? യെസ്, ഇവാപറേഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് ആ പ്രോസസ് ഒക്കെ ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. ഇവാപറേഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താകുന്നു, ആ ലിക്വിഡ് എന്ന് പറയുന്നത് വേപ്പറായി മാറുന്നു. ദാറ്റ് ഈസ് ഇവാപറേഷൻ. ആൻഡ് വാട്ട് ഈസ് കോൾഡ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ കണ്ടൻസിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് റിജക്ട്സ് ഹീറ്റ് എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്തിട്ട് ഗെറ്റ്സ് കൺവേർട്ടഡ് ഫ്രം വേപ്പർ ടു ലിക്വിഡ് വേപ്പർ ആകുന്നു, വേപ്പർ ലിക്വിഡ് ആകുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഇവാപറേഷൻ കണ്ടൻസേഷൻ. സോ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈ 4 പാർട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 4 പാർട്ട് ആരൊക്കെയാടാ? ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെസ് ഇവാപറേറ്റർ. എന്താ പറയുന്നത്, ഇവാപറേറ്റർ. ദെൻ എക്സ്പാൻഷൻ വാൽവ്, ദെൻ എന്താ കണ്ടൻസർ, ദെൻ കംപ്രസർ. ഓക്കെ, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. CE എന്ന് പഠിച്ചു വെച്ചാലും മതി. CE എന്താണ് CE? ദാറ്റ് ഈസ് കംപ്രസർ ഇവാപറേറ്റർ CEEC സോറി തെറ്റിപ്പോയടാ. CEEC ഓക്കെ, CEEC. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. CEEC എന്താണ് CEEC? ദാറ്റ് ഈസ് കംപ്രസർ C. ഓക്കെ, കംപ്രസർ എന്ന് പറയുമ്പോൾ എന്താണ് C. അടുത്ത് ഇവാപറേറ്റർ എന്താണ് E. അതേപോലെ എക്സ്പാൻഷൻ വാൽവ് എന്താണ് E. അതേപോലെ കണ്ടൻസർ എന്താണ് C. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി വരുന്നു. അപ്പൊ എന്താ CEEC അല്ലെങ്കിൽ CE²C അങ്ങനെ വേണമെങ്കിൽ പഠിച്ചോ. പഠിച്ചോ, കോഡൊക്കെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നതാ. CE²C അങ്ങനെയും പഠിച്ചോ. അപ്പൊ കംപ്രസർ എന്താണ്, ഇവാപറേറ്റർ, എക്സ്പാൻഷൻ വാൽവ്, കണ്ടൻസർ. പഠിച്ചില്ലേടാ? എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ കംപ്രസർ, ഇവാപറേറ്റർ, എക്സ്പാൻഷൻ വാൽവ് ആൻഡ് കണ്ടൻസർ. നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കിക്കേ, ഈ 4 മെയിൻ പാർട്സ് ആണ് ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം, അതായത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഈ 4 പാർട്സിന്റെയും ഫങ്ഷൻസ് എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവാപറേറ്റർ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവാപറേറ്റർ എന്ന് പറയുമ്പോൾ
അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇവാപ്പറേഷൻ നടക്കുന്നത്. ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് എന്ത് നടക്കുന്നത്? ഇവാപ്പറേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ എക്സ്പാൻഷൻ വാൽവിൽ എന്ത് സംഭവിക്കുന്നു? എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ദെൻ കണ്ടൻസർ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ടൻസേഷൻ സംഭവിക്കും. ദെൻ കംപ്രസർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ്? കംപ്രഷൻ സംഭവിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? ക്ലിയർ ആണോ? റെഡി? ക്ലിയർ അല്ലേടാ? ഓക്കെ. അപ്പോ ഈ ഒരു കാര്യം, ഈ ഒരു ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ക്ലിയർ ആണോ? റെഡി? ഈ ലൈൻ ഡയഗ്രാം പഠിച്ചു വെച്ചിരിക്കണേ. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിന്റെ വർക്കിംഗ് പഠിച്ചാലോ? ഓക്കെ, ഇതിന്റെ വർക്കിംഗ് പഠിച്ചാലോ നമുക്ക്? റെഡി അല്ലേ? ഓക്കെ. The vapor leaving the evaporator be dry saturated. ശ്രദ്ധിക്കുക, ഇനി ഇതാ ഈ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഡയഗ്രാമിലെ ഓരോ പോയിന്റ്സ് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് the vapor leaving the evaporator be dry saturated. ഏതാ? ദാ ഇവാപ്പറേറ്ററിൽ നിന്നും ലീവ് ചെയ്യുന്ന വേപ്പറാണ്. ഇവാപ്പറേറ്ററിൽ നിന്നും ലീവ് ചെയ്യുന്ന വേപ്പറാണ്. ഇവിടെ നിന്നാ തുടങ്ങുന്നത്. നമ്മൾ ഇവാപ്പറേറ്ററിൽ നിന്ന് ലീവ് ചെയ്യുന്ന വേപ്പർ അതെന്ന് പറയുന്നതാണ് that is dry saturated എന്ന് പറയും. Okay, that is vapor leaving the evaporator be dry saturated. ഈ dry saturated, this dry saturated vapor എന്ന് പറയുന്നത് അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താടാ? P1 and അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1. എങ്ങോട്ടാ പോകുന്നത്? is drawn into the compressor cylinder. is drawn into the compressor cylinder. Okay, during its suction stroke and during the compression stroke the vapor is compressed isentropically to pressure P2 and temperature T2. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാ, വേറെ ഒന്നുമില്ല മക്കളെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വേപ്പർ ഇവാപ്പറേറ്ററിൽ നിന്നും ലീവ് ചെയ്യുന്നു, പുറത്തോട്ട് വരുന്നു. പുറത്തോട്ട് വരുന്ന വേപ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ. ക്ലിയർ ആണോ? ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. ഈ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിന്റെ പ്രഷറും ടെമ്പറേച്ചറും എന്ന് പറയുന്നത് P1 ഉം T1 ഉം ആണ്. ഓക്കെ, ഇതൊക്കെ ഞാനതിൽ നോട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. P1 ഉം T1 ആണ്. ഈ പറയുന്ന ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറഞ്ഞാൽ നേരെ പോകുന്നത് എങ്ങോട്ടാ? കംപ്രസർ സിലിണ്ടറിന്റെ അകത്താണ്. ഓക്കെ, എങ്ങനെയാ? ഡ്യൂറിംഗ് സക്ഷൻ സ്ട്രോക്ക് സക്ക് ചെയ്ത് നമ്മുടെ കംപ്രസർ സിലിണ്ടറിലോട്ട് വരുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു? കംപ്രഷൻ സംഭവിക്കുകയും ഡ്യൂറിംഗ് ദ കംപ്രഷൻ സ്ട്രോക്ക് the vapor എന്ന് പറയുന്നത് is completely compressed isentropically. that means ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് കംപ്രസ് ചെയ്യുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുക? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ച് ആകും. പ്രഷർ will changes from P1 to P2 and temperature will changes from T1 to T2. ക്ലിയർ ആണോ? ഇപ്പൊ തന്നെ പഠിച്ചു പോണേ. ക്ലിയർ ആണോ? റെഡി? റെഡി അല്ലടാ? അടുത്ത്, at the end of compression the vapor is in a superheated state. Okay, ഇപ്പൊ നമ്മൾ കംപ്രസറിൽ എത്തി മക്കളെ. ഇവിടെ നോക്കിക്കേ, കംപ്രസറിൽ എത്തി, സാധനം എത്തി, കംപ്രഷൻ നടന്നു. കംപ്രഷൻ നടന്ന സമയത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടി, T1 ൽ നിന്ന് T2 ആയി. പ്രഷർ എന്ന് പറയുന്നത് P1 ൽ P2 ആയി. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at the end of compression the vapor is in superheated state. Yes, ഇതാണ് ഇമ്പോർട്ടന്റ്. ഈ വാക്കുകൾ എന്ന് പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ വേപ്പർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. ദ വേപ്പർ അറ്റ് ദിസ് കണ്ടീഷൻ പാസസ് ടു ദ കണ്ടൻസർ. അപ്പൊ ഈ സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പർ ആണ് കംപ്രസറിൽ നിന്നും എങ്ങോട്ട് പോകുന്നത്? കണ്ടൻസറിലോട്ട് പോകുന്നത്. കണ്ടൻസറിലോട്ട് പോകുന്നത് ഏതാ? സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീമാണ് കയറി പോകുന്നത്. സോ സ്റ്റീം അല്ല, സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പറാണ് കയറി പോകുന്നത്. ഇവിടെ കണ്ടൻസറുള്ളിൽ. കണ്ടൻസർ എന്ത് ചെയ്യും? യെസ്, the vapor this condition passes to the condenser in which cooling water is circulated to remove heat from the vapor. ഈ കണ്ടൻസറിൽ കൂടെ ഇത് കണ്ട, ഇതെന്ന് പറയുന്നത് എന്താ? കൂളിംഗ് വാട്ടർ ആണ്.
ആക്ച്വലി ഇതെന്ന് പറയുന്ന ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഇവിടെ എന്ത് സംഭവിക്കും, ഇതിന്റെ അകത്തുകൂടെ ഇങ്ങനെ ഇതിന്റെ ഇവിടെ കൂടെ ഇങ്ങനെ കുറെ പൈപ്പ് കുഴൽ ഇങ്ങനെ വിട്ടിരിക്കണ്ടോ, ഇങ്ങനെ വിട്ടിരിക്കും. ഓക്കെ, അവിടെ കൂടെ നമ്മൾ കൂളിംഗ് വാട്ടർ, നല്ല കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ, കൂളിംഗ് വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ കൂടെ ഇങ്ങനെ കടത്തി വിടുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, യെസ്, ഈ പറയുന്ന കൂളിംഗ് വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നു, റിമൂവ്സ് ഹീറ്റ് ഫ്രം ദ വേപ്പർ. ഞാൻ പറഞ്ഞു കംപ്രസറിൽ നിന്നും സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീമാണ് എങ്ങോട്ട് പോകുന്നത്, നേരെ നമ്മുടെ കണ്ടൻസറിലോട്ട് പോകുന്നത്. കണ്ടൻസറിൽ എന്ത് സംഭവിക്കുന്നു, ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അതെന്ത് സംഭവിക്കുന്നു, നമ്മുടെ വേപ്പറിലുള്ള ചൂടൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. വേപ്പറിലുള്ള ചൂടൊക്കെ, സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പറിലുള്ള എന്താ പറയുക ചൂടൊക്കെ, ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാന്ന് പറഞ്ഞു തന്നില്ലേ, അതിന്റെ ചുറ്റും എന്തുണ്ട്, ഇങ്ങനെ പൈപ്സിൽ കൂടെ കൂളിംഗ് വാട്ടർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്ലിയർ? The vapor is first cooled to the saturation temperature and further removal of latent heat of condensation. It condenses to liquid till 0.3 is reached. The high pressure liquid is expanded in an expansion valve. Clear ആണോടാ? ഇവിടെ എന്താ സംഭവം, ഇവിടെ വേപ്പർ എന്ന് പറയുന്നത് ആദ്യം കൂൾ ചെയ്യുന്നു. ഏതുവരെ കൂൾ ചെയ്യുന്നു, യെസ്, കൂൾ ടു സാച്ചുറേഷൻ ടെമ്പറേച്ചർ. സാച്ചുറേഷൻ ടെമ്പറേച്ചർ വരെ കൂൾ ചെയ്ത ശേഷം ദെൻ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷനെ റിമൂവ് ചെയ്യും. വാട്ട് ഇസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ? ടെൽ മീ, വാട്ട് ഇസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ അറിയാത്ത കുട്ടികൾക്ക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് കണ്ടൻസേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, കണ്ടൻസേഷൻ ടൈമിൽ റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ പറഞ്ഞ പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുക. It condenses to liquid till 0.3 is reached. കണ്ടൻസ് ചെയ്ത് 0.3 എത്തി. 0.3 എത്തിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ആരാ ഉള്ളത്, അവിടെ അടുത്ത് നമുക്കുള്ളത് എക്സ്പാൻഷൻ വാൽവ് ആണ്. Then it condenses to liquid till 0.3 is reached. The high pressure ആയിട്ടുള്ള ലിക്വിഡ്, ഓക്കെ, കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ലിക്വിഡ് ആണ്. ഇതെന്ന് പറയുന്നത് എക്സ്പാൻഡ്സ് ഇൻ എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ത്രോട്ടിൽ വാൽവ് എന്ന് പറയും. ഈ പറയുന്ന എയർ എന്ന് പറയുന്ന ഏരിയ ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കും, എക്സ്പാൻഷൻ സംഭവിക്കും. ഓക്കെ, എന്ത് ചെയ്യും, എക്സ്പാൻഷൻ സംഭവിക്കും. The pressure of liquid is lowered to P1 and the condition obtained after the expansion process shown by 0.4. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ പ്രഷർ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. അപ്പം എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് പ്രഷർ എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, കുറയുന്നു. During throttling, the liquid partly evaporates and after throttling, we get wet vapor at the low temperature and low pressure. Clear ആണോ? നോക്കുക, അതായത് ത്രോട്ട്ലിംഗ് പ്രോസസ് നടക്കുന്ന സമയത്ത്, അതായത് ത്രോട്ടിൽ വാൽവിൽ വെച്ച് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ലിക്വിഡ് എന്ന് പറയുന്നത് പാർട്ട്ലി എന്ത് ചെയ്യുന്നു, ഇവാപറേറ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ത്രോട്ട്ലിംഗ് കഴിഞ്ഞ ശേഷം we will get what, വെറ്റ് വേപ്പർ. ഡ്രൈ വേപ്പർ, വെറ്റ് വേപ്പർ വേറെ വേറെ. ഡ്രൈ എന്ന് പറയുമ്പോൾ അറിയാലോ, ഡ്രൈ ആൻഡ് വെറ്റ് എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വെറ്റ് വേപ്പർ ആണ് കിട്ടുന്നത്. സോ വെറ്റ് വേപ്പറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ലോ ആണ്, ദാറ്റ് ഇസ് T1. ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് ലോ ആണ്, എന്താണ്, P1. This wet vapor passes through the evaporator coils immersed in the brine solution. എന്താണ് ബ്രെയിൻ സൊല്യൂഷൻ? സോൾട്ടിന്റെയും വാട്ടറിന്റെയും സൊല്യൂഷൻ എന്ന് പറഞ്ഞ പേരാണ് ബ്രെയിൻ സൊല്യൂഷൻ എന്ന് പറയുക. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ വെറ്റ് വേപ്പർ എന്ന് പറയുന്നത് എങ്ങോട്ടാ പാസ് ചെയ്യുന്നത്, ഇവാപറേറ്ററിലാണ് പാസ് ചെയ്യുന്നത്. അപ്പോ ഈ ദിസ് വെറ്റ് വേപ്പർ പാസസ് ത്രൂ ദ ഇവാപറേറ്റർ കോയിൽസ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ ബ്രെയിൻ സൊല്യൂഷൻ. സോ ഇവിടെ എന്താ ആക്ച്വലി ഇവിടെ എന്ന് പറയുന്നത് ബ്രെയിൻ സൊല്യൂഷൻ ആണ്. ഇതെന്ത് ചെയ്യുന്നു, ബ്രെയിൻ സൊല്യൂഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ബ്രെയിൻ സൊല്യൂഷൻ. ഓക്കെ, BRINE, ബ്രെയിൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പോ ഇവിടെയാണ് എന്ത്, ഇതുവഴിയാണ് എന്ത് കടത്തി വിടുന്നത്, ഈ പറയുന്ന ലോ ടെമ്പറേച്ചർ ലോ പ്രഷറുള്ള ഈ പറയുന്ന വെറ്റ് വേപ്പറിനെ കടത്തി വിടുന്നത്. ക്ലിയർ ആണോ? അതാണ് പറയുന്നത് എന്താ, ഡ്യൂറിംഗ് ത്രോട്ട്ലിംഗ് the liquid partly evaporates and after throttling we will get the wet vapor at the low temperature and low pressure. പറഞ്ഞല്ലോ, വേപ്പർ എന്ന് പറയുന്നത് എങ്ങോട്ട് പാസ് ചെയ്യുന്നു, passes through the evaporator coils immersed in the brine solution.
ബ്രെയിൻ സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവാപറേറ്റ് കോയിൽസ് വഴി കടത്തിവിടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? The wet refrigerant vapor absorbs latent heat of vaporization from the brain solution and evaporates. എന്താ സംഭവിക്കുക? ഈ വെറ്റ് ആയിട്ടുള്ള ഈ റെഫ്രിജറന്റ് വേപ്പർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് അബ്സോർബ്സ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഫ്രം ദ ബ്രെയിൻ സൊല്യൂഷൻ. ബ്രെയിൻ സൊല്യൂഷനിൽ നിന്നും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഇവാപറേറ്റ്സ്. After evaporation, the vapor reaches the condition given by 0.1. അതായത് തിരിച്ച് ഈ സൈക്കിൾ വീണ്ടും സംഭവിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓരോ സ്റ്റേജസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എന്താണ് കംപ്രസറിൽ സംഭവിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്ന വരാം. എന്താണ് ഇവാപറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് എന്താണ് കംപ്രസറിൽ സംഭവിക്കുന്നത്? അവിടെ നിന്ന് എന്താണ് കൂളിംഗ് കണ്ടൻസറിൽ സംഭവിക്കുന്നത്? അവിടെ നിന്നാണ് എക്സ്പാൻഷൻ വാൽവിൽ സംഭവിക്കുന്നത്? അവിടെ നിന്ന് എന്താണ് ഇവാപറേറ്റർ സംഭവിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. പഠിച്ചിട്ടേ പോകാവൂ. ക്ലിയർ ആണോ? റെഡി അല്ലേടാ? റെഡി അല്ലേ? ഓക്കെ. റെഡി? വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തരാം. നോക്കിക്കേ, ഇവിടെ എന്താണ്? വേപ്പർ ലീവ് ചെയ്യുന്നു. നമ്മുടെ ഇവാപറേറ്ററിൽ നിന്നും വേപ്പർ പുറത്തോട്ട് വരുന്നു. ഈ പുറത്തു പോകുന്ന വേപ്പർ എന്ന് പറയുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. ഈ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിന്റെ പ്രഷർ എന്ന് പറയുന്നത് P1 T1 ആയിരിക്കും. ഇവനെ നേരെ എങ്ങോട്ട് വിടുന്നു? കംപ്രസർ സിലിണ്ടറിലോട്ട് വിടുന്നു. അവിടെ എന്ത് സംഭവിക്കും? സക്ഷൻ സ്ട്രോക്ക് വഴി കംപ്രസർ സിലിണ്ടറിനകത്ത് ഈ പറയുന്ന ഈ ഡ്രൈ വേപ്പർ കയറും. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും? കംപ്രഷൻ സ്ട്രോക്ക് നടക്കും. ദാറ്റ് മീൻസ് കംപ്രസ് ചെയ്യും എയറിനെ. ആ സമയത്ത് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് മാറും. P2 T2 ആവും. ക്ലിയർ ആണോ? യെസ്, P2 T2. P2 T2 ആണ്. ക്ലിയർ? അടുത്ത് ഈ കംപ്രഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടെമ്പറേച്ചർ കൂടുതലാണ്, പ്രഷറും കൂടുതലാണല്ലോ അകത്തുള്ള എയർ എന്ന് പറയുന്നത്. ആ പറയുന്ന മീൻസ് വേപ്പർ എന്ന് പറയുന്നതിന്റെ ആ വേപ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലാണ്. ഈ പറയുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിനെ നമ്മൾ എങ്ങോട്ട് അയക്കുന്നു? നേരെ കണ്ടൻസറിലോട്ട് അയക്കുന്നു. കണ്ടൻസർ എന്ത് ചെയ്യുന്നു? കണ്ടൻസറിൽ ഒരു കൂളിംഗ് വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ടു റിമൂവ് ഹീറ്റ് ഫ്രം ദ വേപ്പർ. സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് അയച്ചത്. സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണ് അയച്ചത്. അപ്പൊ അതിലെ ഹീറ്റ് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചുറ്റും ഇങ്ങനെ കൂളിംഗ് വാട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. The vapor is first cooled to the saturation temperature. Yes, ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന സമയത്ത് ആ വേപ്പറിനെ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്ത് ആദ്യം സാച്ചുറേഷൻ ടെമ്പറേച്ചർ കൂൾ ചെയ്യും. Then further removal of latent heat of condensation നടക്കുക. What is called latent heat of condensation? That is energy released during condensation എന്ന് പറയാം. Clear? ഇവിടെ എന്താ ചെയ്യുന്നത്? It condenses to liquid till 0.3 is reached. The high pressure liquid is expanded in an expansion valve. അതായത് കണ്ടൻസറിൽ നിന്നും പുറത്തു വരുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആണ്. ഈ ഹൈ പ്രഷർ ലിക്വിഡിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് ഭും എന്ന് പറഞ്ഞ് കുറയും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭും എന്ന് പറഞ്ഞ് കുറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് അല്ലെങ്കിൽ ഡ്യൂറിങ് എക്സ്പാൻഷൻ ത്രോട്ട്ലിംഗ് വാൽവ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് the liquid partly എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്യുന്നു. അപ്പൊ ആഫ്റ്റർ ത്രോട്ട്ലിംഗ് വി ഗെറ്റ് എന്താണ്? വെറ്റ് വേപ്പർ ആണ് കിട്ടുക. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ T1 ആണ്, പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. ഈ വെറ്റ് വേപ്പർ എന്ന് പറയുന്നത് എങ്ങോട്ട് കടത്തിവിടുന്നു? ഇവാപറേറ്ററിലായിട്ട് കടത്തിവിടുന്നു. ഇവാപറേറ്റ് കോയിൽസിൽ കൂടെ കടത്തിവിടും. ഈ ഇവാപറേറ്റ് കോയിൽസ് എന്ന് പറയുന്നത് എവിടെ വെച്ചിരിക്കുന്നത്? ഇൻസൈഡ് ദ ബ്രെയിൻ സൊല്യൂഷൻ. ക്ലിയർ ആണോ? ഈ പറയുന്ന വെറ്റ് റെഫ്രിജറന്റ് വേപ്പർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇറ്റ് അബ്സോർബ്സ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഫ്രം ബ്രെയിൻ സൊല്യൂഷൻ. ബ്രെയിൻ സൊല്യൂഷനിൽ നിന്നും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഇവാപറേറ്റ് ചെയ്യും. After evaporation, the vapor reaches the condition given by 0.1. വീണ്ടും സംഭവം എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തും. വീണ്ടും പരിപാടി നടന്നുകൊണ്ടേയിരിക്കും, കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? That is dry saturated at pressure 1
pressure P1. This completes one cycle of operation. The cold brine solution is circulated in coils around the space to be refrigerated. Okay, ready? Okay, അപ്പോൾ the net refrigerating effect of this system is the heat absorbed by the refrigerant from the brine solution. അപ്പോൾ ഈ പറയുന്ന വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ നെറ്റ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഓഫ് ദിസ് സിസ്റ്റം എന്താണ്? വാട്ട് ഈസ് ദ നെറ്റ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഓഫ് ദ വേപ്പർ കംപ്രഷൻ സിസ്റ്റം? The net refrigerating effect of this system is the heat absorbed by the refrigerant from the brine solution. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന റെഫ്രിജറന്റ് ആണ് ആക്ച്വലി ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ കിടന്ന് ഒഴുകുന്നത്. ഈ പറയുന്ന വേപ്പർ എന്ന് പറയുന്നത് വേപ്പറൈസ് ചെയ്യാൻ കഴിവുള്ള എന്താ ടെമ്പറേച്ചർ, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാനും പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയാനും പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാനും പെട്ടെന്ന് കണ്ടൻസ്ഡ് ആകാനുമുള്ള കഴിവുള്ള ചില എന്താ പറയാ പദാർത്ഥങ്ങളാണ് ആക്ച്വലി റെഫ്രിജറൻസ് എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി ഇതിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? സോ ദ നെറ്റ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഓഫ് ദി സിസ്റ്റം ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ റെഫ്രിജറന്റ് ഫ്രം ദ ബ്രെയിൻ സൊല്യൂഷൻ. ക്ലിയർ ആണോ? ക്ലിയർ? റെഡി അല്ലേ? റെഡി അല്ലേടാ? അപ്പോ the work done by the compressor is the work spent to produce this refrigerating effect. അപ്പോൾ എന്താണ് ഇവിടെ work done by the compressor എന്ന് പറയുന്നത് എന്താണ്? It is the work spent to produce this refrigerating effect. ക്ലിയർ ആണോ? അപ്പോൾ ഇതിന്റെ COP എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? What is the coefficient of performance? ഓക്കെ, ഇതിന് നമുക്ക് coefficient of performance എന്ന് പറയുന്നത് that is equal to heat extracted in the brine solution. Brine solution നിന്ന് extract ചെയ്ത് heat divided by work done by the compressor. Work done by the compressor. Okay, so ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പൊ മനസ്സിലായില്ലടാ? ഇപ്പൊ മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം. മാറ്റി വെക്കുന്ന പരിപാടിയില്ല. ഓക്കെ, ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം, ഇപ്പൊ തന്നെ പഠിക്കണം. ഓക്കെ, റെഡി? ശരി. അപ്പോ നമ്മൾ പഠിച്ച ടോപ്പിക് ഏതൊക്കെയാടാ? റെഫ്രിജറേഷൻ എന്താണെന്ന് പഠിച്ചു. ക്ലിയർ ആണോ? റെഫ്രിജറേഷൻ പഠിച്ചു. അത് കഴിഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. ഇതൊക്കെ പഠിച്ചോണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പറഞ്ഞു തന്നത്. കൂടാതെ നിങ്ങൾക്കുള്ള എല്ലാ നോട്ട്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൽ. അത് ക്ലിയർ ആണോ? ഓക്കെ, then അത് കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ TR, യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ TR, യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ പഠിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ പഠിക്കുന്നതിന് മുമ്പേ കാർനോട്ട് സൈക്കിൾ എന്താണ് റിവൈസ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ പഠിച്ചു. അവിടെ ഹോട്ട് റിസർവോയർ, കോൾഡ് റിസർവോയർ, ടെമ്പറേച്ചർ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. കൂടാതെ നമ്മുടെ ഗ്രാഫ് പഠിച്ചു. കൂടാതെ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. അതിന്റെ ഇക്വേഷൻ പഠിച്ചു. കൂടാതെ ചെറിയൊരു കുഞ്ഞു പ്രോബ്ലം നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ എന്താ വേപ്പർ കംപ്രഷൻ സിസ്റ്റം, അത് കുറച്ച് ലോങ് ആണ്, ഡീറ്റെയിൽ ആണെങ്കിലും വളരെ മനസ്സിലാവുന്ന രീതിയിൽ കഥ പറയും പോലെ നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് പഠിക്കാണ്ട് പോകുകയേ ചെയ്യരുത് കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പഠിക്കാതെ പോകരുത്. അപ്പോൾ അതിന് വളരെ ഡീറ്റെയിൽഡ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം, അതിൻ്റെ ഓരോ പാർട്സ് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അതിൻ്റെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എവിടെ നിന്നാ തുടങ്ങുന്നത്, എവിടെ അവസാനിക്കുന്നത്, എന്താ അവിടെ നടക്കുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി ആണോ? റെഡി? ഓക്കെ അല്ലേ? റെഡി അല്ലേടാ? സോ ഇത് ഇന്ന് തന്നെ പഠിക്കണം. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കണം.
ഓക്കെ, അന്നന്ന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ കുറച്ചായിട്ട് പറഞ്ഞു തരുന്നത്. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരുപാട് വർക്ക്സ് ചെയ്യാനുണ്ട്. ഓക്കെ, കൂടാതെ ഇത് മാത്രം പഠിച്ചാൽ മാത്രം മതി, ചിലപ്പോൾ എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടി വരും. സോ നിങ്ങൾ കുറച്ചാണ് നിങ്ങൾ തരുന്നത്. നിങ്ങളുടെ സെമസ്റ്ററിന്റെ നിങ്ങൾക്ക് ഫുൾ പോർഷൻസ്, അതായത് 5 മൊഡ്യൂളും നിങ്ങൾക്ക് എല്ലാ സിലബസിലുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞു തന്നിരിക്കും, അല്ലെ സംശയം വേണ്ട. പക്ഷെ കുറച്ച് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കണം. ഓക്കെ, എല്ലാം കൂടെ കൂട്ടിയിട്ട നടക്കത്തില്ല. ഓക്കെ, ചെറുതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ ഇത് നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിച്ച് കുറച്ച് പഠിച്ച സമയത്ത് മൊഡ്യൂൾ 1 തീർന്നത് പോലും നമ്മൾ അറിഞ്ഞില്ല. ആരെങ്കിലും അറിഞ്ഞോ? അതേപോലെ തന്നെ നമുക്ക് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, വളരെ സിമ്പിൾ ആണ് കേട്ടോ. വെറും കഥ മാത്രമുള്ള തിയറി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. സോ എന്ത് ചെയ്യുക, നന്നായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. ഓക്കെ, സീരീസ് എക്സാം ഒക്കെ വരാറായി. ഇനി കളിയൊന്നും പാടില്ല, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഒരു ടെൻഷനും വേണ്ട. നല്ല നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഷുവർ ആണ്, ഡോണ്ട് വറി. ഓക്കെ, ശരിടാ മക്കളെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്ന് വൈകുന്നേരം 8:30 മണിക്ക് നമ്മുടെ മെക്കാനിക്സിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ മെക്കാനിക്സിന്റെ ക്ലാസ് ഉണ്ട്. സോ എല്ലാവരും വരിക. ഓക്കെ, മെക്കാനിക്സിലുള്ള കുട്ടികളൊക്കെ മെക്കാനിക്സിൽ ഉണ്ടാവണേ. ഓക്കെ, റെഡി? ഇന്ന് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 2 പാർട്ട് 2 ലാഡർ ഫ്രിക്ഷൻ ഒക്കെ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ പലർക്കും അത് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആണ്. മീൻസ് സംഭവം വളരെ സിമ്പിൾ ആണ്, ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനമേ പല കുട്ടികളും തലവേദനയാണ്. ഓക്കെ, ഇറ്റ് സിമ്പിൾ ആക്ച്വലി. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റ് സമയത്ത് കൃത്യം 8:30 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കൃത്യം 8:30 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഉണ്ടാവുക. ഓക്കെ, സോ അതിന്റെ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കയറി ലൈക്ക് നോട്ടിഫൈ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യം 8:30 മണിക്ക് തന്നെ ജോയിൻ ചെയ്യാൻ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുക. കൃത്യം 8:30 മണിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ, റെഡിയാണോ? ശരി, എന്നാ പിന്നെ നമുക്ക് കൃത്യം 8:30 മണിക്ക് കാണാം. മെക്കാനിക്സിലുള്ള കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പാർട്ട് 2, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 2 പാർട്ട് 2 ആയിട്ട് നമുക്ക് കാണാം. കൂടാതെ നാളത്തെ ലൈവിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഒന്ന് കണ്ടാൽ മനസ്സിലാകും, ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നാളെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് 2 ഉണ്ട് കേട്ടോ. മൊഡ്യൂൾ 2 പാർട്ട് 2, അതായത് ഇതിന്റെ കണ്ടിന്യൂഷൻ. അപ്പൊ നമുക്ക് കുറച്ച് റെഫ്രിജറൻസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 സിമ്പിൾ ആണ് ആക്ച്വലി, നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് നാളെ വൈകുന്നേരം കൃത്യം 6:30 മണിക്ക്, നാളെ വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് ഇതിന്റെ പാർട്ട് 2 ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണേ. ഓക്കെ, ശരിടാ മക്കളെ. അപ്പൊ ടാറ്റാ, ബൈ ബൈ. നമുക്ക് 8:30 മണിക്ക് കാണാം. ബൈ ബൈ, സി യു.